ഹലോ, നമസ്കാരം. ഞാൻ ക്രിസ്റ്റഫർ മുക്കാടൻ. ഇന്ന് ചെറിയ കൃഷിപ്പണിയൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കുക. അപ്പോൾ അതിൽ നമ്മൾ വേനൽക്കാലത്ത് കിട്ടിയ കുറേ തൈയൊക്കെ സക്സസ് ആയൊക്കെ കിട്ടി. അതിൽ പച്ചമുളകൊക്കെ നമുക്ക് അധികമായിട്ട് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിളവെടുപ്പും ചെറിയ കൃഷിപ്പണിയൊക്കെ ആയിട്ട് ഇന്നത്തെ ഒരു മണിക്കൂർ അങ്ങനെ കഴിച്ചു കൂട്ടാവുന്ന കണക്കായി. എന്തായാലും പച്ചമുളകൊക്കെ ഏകദേശം എല്ലാം നല്ല വൃത്തിയായിട്ട് കിട്ടി. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നടുന്നതിന് മുമ്പ് തന്നെ ചാണകവും ഇച്ചിരി കുമ്മായവും സൂപ്പർ മേലും ഒക്കെ അടിവളമായിട്ട് കൊടുത്ത് ആണ് നമ്മളിതെല്ലാം റെഡിയാക്കി. അപ്പോൾ ഈ പച്ചമുളകിന് വരുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് ശല്യമാണ്. അത് ഈ ഇല മുരടിക്കും, അതുപോലെ തന്നെ വെള്ളീച്ചയുടെ ശല്യമൊക്കെ ഉണ്ടാകും. അപ്പം അത് പോകാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കഞ്ഞിവെള്ളം ഒരു ദിവസമോ 2 ദിവസമോ വെച്ച് പുളിപ്പിച്ചിട്ട് അത് നേർപ്പിച്ച് നമുക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ശല്യം രണ്ടും മാറിയൊക്കെ കിട്ടും. നമുക്ക് ആവശ്യത്തിനുള്ള വീട്ടാവശ്യത്തിനുള്ള പച്ചമുളകൊക്കെ നമുക്ക് പിച്ചെടുക്കാൻ പറ്റും. ഒന്നിലധികം തൈകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മതി. അപ്പം ഇതിൻ്റെ പരിചരണമൊക്കെ ഇങ്ങനെയാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ കഞ്ഞിവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് അത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ ഏറ്റവും നല്ലൊരു വളം. അപ്പോൾ ഇങ്ങനെയൊക്കെ അതിൻ്റെ രീതികൾ നമ്മൾ അല്പം മെനക്കെട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന പച്ചക്കറിയൊക്കെ കൊണ്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പം നമ്മൾ വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യമുള്ളൂ. അതുകൊണ്ട് ഇത് തന്നെ ഞങ്ങൾ ഇങ്ങനെ ഈ ചാരി മതിലിൽ വെച്ചിട്ടാണ് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനും അതിൻ്റെ കാവലകളെ പിച്ചെടുക്കാനും ഒക്കെ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കൊരു നല്ല സന്തോഷമാണ് മനസ്സിന്. ഒരു മണിക്കൂർ ഇതിന് മെനക്കെടുമ്പോഴേ അപ്പോൾ ഒരു മെനക്കേട് പോലെ നമുക്ക് തോന്നത്തില്ല. നല്ല രീതിയിലുള്ള ഒരു മനസ്സിന് നല്ല കുളിർമ. അപ്പം ചെറിയ ചെറിയ കൃഷികളൊക്കെ ഓരോരുത്തർ തുടങ്ങുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അത് നമുക്ക് മനസ്സിന് തരുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അങ്ങനെ ചെയ്തുകൊണ്ടിരുമ്പോൾ പൂർത്തീകരിക്കാനൊന്നും പറ്റുന്ന ലക്ഷണമില്ല. മഴയൊക്കെ വരുന്നു. എന്തായാലും കുറച്ച് പണിയൊക്കെ കഴിഞ്ഞു. അപ്പം ചെറുതായിട്ടൊക്കെ കൃഷിപ്പണിയൊക്കെ എല്ലാവരും ഒന്ന് ചെയ്തൊക്കെ നോക്കണം. കാരണം നമുക്ക് സുഖമായിട്ട് നല്ല ഫ്രഷ് ആഹാരമൊക്കെ കഴിക്കാം. നമ്മുടെ മുദ്രാവാക്യം തന്നെ ജയ് ജവാൻ ജയ് കിസാൻ. പട്ടാളക്കാരും കൃഷിക്കാരുമാണ് നമ്മുടെ സംരക്ഷിക്കുന്ന ആൾക്കാർ. അവർ കഷ്ടപ്പെട്ട് ചേറിലും ചെളിയിലും ഒക്കെ പണിയെടുക്കുന്നുണ്ടാ നമ്മൾ നല്ല രീതിയിൽ ആഹാരം കഴിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ബായ്.